പാഠം 430. ഒരു തിരോധാനത്തിന്റെ കഥ. ഹലോ ഉത്തമ, ഞാനാ. എന്ത് വക്കീൽ ഇത്ര രാവിലെ? ഉത്തമൻ മോഹനേട്ടൻ എങ്ങാനും കണ്ടോ? മോഹനേട്ടൻ സാറാ? അത് വക്കീലേ, സാറ് വീട്ടിലില്ലേ? ഇല്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ മോഹനേട്ടനെ കാണില്ല. കാണാനില്ലേ? സാർ ഇത്ര രാവിലെ എവിടെ പോയി? ചിലപ്പോ രാവിലെ നടക്കാൻ പോയതായിരിക്കും. നടക്കാൻ പോകുന്ന 5 മണിക്കല്ലേ? 6 മണിക്ക് പിന്നെ തിരിച്ചു വരേണ്ടതല്ലേ? നടക്കാൻ പോയതൊന്നും അല്ല ഉത്തമ. സാറ് പിന്നെ എവിടെ പോയി? വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യം സാറ് പറഞ്ഞായിരുന്ന? ഒന്നും പറയാതിരിക്കുക ഉത്തമ നല്ലത്. ഇന്നലെ ഞാനും മോഹനേട്ടൻ തമ്മിൽ ഒരു കൊച്ചു വഴക്കുണ്ടായി. അതിന്റെ പേരിൽ എങ്ങാനും സ്ഥലം വിട്ടതാണോന്ന് എന്റെ സംശയം. ഉത്തമൻ ഒന്ന് ഇവിടം വരെ വരുമോ? എനിക്കൊക്കെ പേടിയാവോ. അങ്ങനെ പേടിക്കാൻ എന്തോന്ന് വക്കീലേ? സാറ് വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. എന്തായാലും എന്നോട് പറയാതെ പോവില്ല. ഇത് വേറെന്തോ പ്രശ്നം. ഉത്തമൻ ഒന്ന് ഇവിടെ വരെ വാ. ഞാനിതാ വരുന്ന വക്കീലേ. ഇവിടെ പോയതാണോ എന്തോ. ശിശുപാലൻ ചേട്ടാ, ഞാനാ സത്യഭാമ. മോഹനേട്ടൻ ഇന്ന് രാവിലെ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ലേ? ഒന്നുമില്ല. അല്ല, വെളുപ്പിനെ മോഹനേട്ടനൊന്ന് പുറത്തു പോയി. എവിടെ പോവാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ടൊരു സംശയം. കുഴപ്പമില്ല, ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് അന്വേഷിച്ച് നോക്കട്ടെ. ശരി. എന്റെ ഈശ്വര, ഇനി എവിടെ അന്വേഷിക്കണം? എന്നാലും ഒരു നിസ്സാര വഴക്കിനെ പറ്റില്ല ഇങ്ങനെയൊക്കെ ചെയ്യൂ. ഹലോ, അതെ, സുലോചന. എന്താ രാവിലെ? കേസിന്റെ കാര്യോ? ഏത് കേസിന്റെ കാര്യം? സുലോചനയുടെ കേസിന്റെ പേരിലാണ് ഞാനിപ്പോ തീതിരുന്നത്. നിങ്ങളുടെ കേസ് വാദിക്കാൻ എനിക്ക് മനസ്സില്ല. പോയി വേറെ വക്കീൽ അന്വേഷിച്ചു. കേസ് കൊണ്ട് വന്നിരിക്കുന്നു. ഈ സുലോചന ഒറ്റൊരാളാണ് എല്ലാത്തിനും കാരണം. എന്നാലും മോഹനേട്ടൻ അത് ഇത്ര സീരിയസ് ആക്കുന്ന ഞാൻ കരുതിയതേ ഇല്ല. ചായ. മോഹനേട്ടനോട് ശിശുപാലൻ ചേട്ടൻ വരാൻ പറഞ്ഞിരുന്നോ? ശിശുപാലനോ? എന്ത്? അല്ല, ശിശുപാലൻ ചേട്ടന്റെ ഭാര്യയുടെ ആങ്ങളനെ മോഹനേട്ടൻ അറിയില്ലേ? വിശ്വംഭരൻ. നമ്മുടെ സപ്ലൈ ഓഫീസിലെ ക്ലാർക്ക് വിശ്വംഭരനല്ലേ? എനിക്കറിയാം. നല്ല മനുഷ്യനാ. എന്നെ എന്ത് ബഹുമാനമാണെന്ന് അറിയാമോ? എന്നെ കാണുമ്പോഴൊക്കെ സുഖമല്ലേ സാർ എന്ന് ചോദിക്കും. നാട്ടിലെ വലിയ കള്ളന്മാരൊക്കെ അങ്ങനെയാ. പുറമെ ഭയങ്കര മാന്യന്മാരായിരിക്കും. പക്ഷേ ഇത്തരക്കാരുടെ വീട്ടിലെ സ്വഭാവമാണ് അറിയേണ്ടത്. എന്റെ മോഹനേട്ടാ, ഈ വിശ്വംഭരൻ എന്ന് പറയുന്നയാള് ഭയങ്കര തെമ്മാടിയാ. അതൊക്കെ ശത്രുക്കൾ പറയുന്നതാ. വിശ്വംഭരൻ ഒരു മാന്യനായതുകൊണ്ട് നാട്ടുകാർക്ക് അയാളുടെ അസൂയാണ്. ശത്രുക്കളല്ലോ പറഞ്ഞത്. പിന്നെ വിശ്വംഭരന്റെ ഭാര്യ സുലോചനയാണ് എന്നോടത് പറഞ്ഞത്. എല്ലാ ദിവസവും മൂക്കറ്റം കള്ളു കുടിച്ച് വിശ്വംഭരൻ വീട്ടിൽ ചെന്ന് സുലോചനയെ തല്ലും. അവളുടെ സ്വർണം മുഴുവനും വിശ്വംഭരൻ എടുത്തുകൊണ്ടേ വിറ്റു. ഇപ്പോ കൂടുതൽ സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ വീട്ടു വഴക്ക്. ഇത്രയും കാലം സുലോചന എല്ലാം സഹിച്ചു. ഇനിയും അത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവള് വിശ്വംഭരനെതിരെ കേസ് കൊടുക്കാൻ പോവാ. ഞാനാണ് ആ കേസ് വാദിക്കുന്നത്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മാനം മര്യാദക്ക് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തല്ലിപ്പിരിപ്പിക്കുന്ന കേസൊന്നും വേണ്ടെന്ന്. ഈ കേസ് നീ വാദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ മോനട്ടാ? സംഭവം എല്ലാം കേട്ടപ്പോൾ സുലോചനയുടെ ഭാഗത്താണ് ന്യായമെന്ന് എനിക്ക് ബോധ്യമായി. ഇത്തരം ഭർത്താക്കന്മാരുള്ളതിൽ നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തന്നെയാണ്. സുലോചനയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലിയുണ്ട്. ഇനിയുള്ള കാലം അവൾ ആ ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിച്ചോളും എന്ന് നീ തീരുമാനിച്ചാൽ മതിയോ? സ്വന്തമായി ജോലിയുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ നാട്ടിൽ എത്ര കുടുംബങ്ങൾ ബാക്കിയുണ്ടാവും? നീ ഈ കേസ് വാദിക്കാൻ പറ്റില്ല. മോഹനേട്ടൻ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കേസ് വാദിക്കും, ജയിക്കും. ഭാര്യ ഉപദ്രവിക്കുന്ന സകല ആണുങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കും. ഈ കേസ് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്.
അതുകൊണ്ട് നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ട് ഞാൻ കോടതിയിലേക്ക് പോകും. ആഹാ ഭാമേ, നീ എന്താ ദൈവത്തെ പറ്റി കരുതിയിരിക്കുന്നത്? നിന്നെ പോലുള്ള അഹങ്കാരികളായ പെണ്ണുങ്ങൾക്ക് ഭർത്താവിനെ വേണ്ടെന്ന് തോന്നുമ്പോ അതിന് കൂട്ടു നിൽക്കുന്നതാണോ ദൈവം? ന്യായത്തിന്റെ ഭാഗത്തായിരിക്കും എന്തായാലും ദൈവം നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എന്റെ പക്ഷത്ത് മാത്രമേ ദൈവം നിൽക്കൂ. നാളെ കോടതി മുറിയിൽ വിശ്വംഭരനെ കൂട്ടിൽ കയറ്റി നിർത്തി അയാളെ കൊണ്ട് ഞാൻ ഇക്ഷ ഇന്ന വരപ്പിക്കും. ഭാമേ വേണ്ട, നീയും ഒരു ഭാര്യ, സുലോചന വേറൊരാളുടെ ഭാര്യ. നിനക്ക് കുടുംബവും ഭർത്താവും ഉള്ളപ്പോ സുലോചനയുടെ കുടുംബത്തെ തകർക്കാൻ നോക്കുന്നത് അഹങ്കാരമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ ആവശ്യമുള്ളതുപോലെ ഭർത്താവിന് ഭാര്യ ആവശ്യമുണ്ടെങ്കിലേ കുടുംബത്തിന് നിലനിൽപ്പുണ്ടാവുള്ളൂ മോഹനേട്ടാ. അല്ലെങ്കിൽ തന്നെ ഈ വിശ്വംഭരനെ പോലൊരു ഭർത്താവ് ഉണ്ടാവുന്നല്ലോ നല്ലത്, ഒറ്റയ്ക്ക് ജീവിക്കുന്നതന്നെ. നിനക്ക് എന്നെ പോലൊരു ഭർത്താവ് ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ എല്ലാവരും കാണാം എന്റെ പ്രയാസങ്ങള്. മോഹനേട്ടാ, ഇത്തരം തറ നമ്പറുകളുമായിട്ട് വരില്ലേ. നമ്മുടെ നാട്ടിലെ ഒരു പെണ്ണിനും അങ്ങനെ ഭർത്താവിന്റെ തണൽ ആവശ്യമില്ല. എന്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു പ്രയാസവും ഇല്ല. സ്വന്തമായി ജോലിയുണ്ട്, വരുമാനമുണ്ട്, ആരോഗ്യമുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്താ പാട്? ഓ, അപ്പൊ പറഞ്ഞു അങ്ങനെയായി. ആമേ, കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ല എന്നൊരു ചൊല്ലുണ്ട്. ഞാനുള്ളപ്പോ എനക്ക് എന്റെ വില മനസ്സിലാവില്ല. ഞാനില്ലാതെ വരുമ്പോഴേ നീ പഠിക്കൂ. മോഹനേട്ടന് എനിക്ക് വിലയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വിശ്വംഭരനെ പോലെ മോഹനേട്ടൻ പെരുമാറിയാൽ ആ ഭർത്താവ് വേണ്ട എന്ന് വെച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് ധൈര്യമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഭാമേ, ഈ വിശ്വംഭരൻ ശിശുപാലൻ അളിയനല്ലേ? ശിശുപാലൻ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നൊരു പ്യൂൺ. ആ ശിശുപാലന്റെ അളിയന്റെ കുടുംബം കലക്കാൻ എന്റെ ഭാര്യ തന്നെ ശ്രമിച്ചു എന്ന് അവരറിഞ്ഞാൽ ഞാൻ എങ്ങനെ ഒരു ആഫീസ് കയറി ചെല്ലും? മോഹനേട്ടാ, വില്ലേജ് ഓഫീസ് വേറെ, കോടതി വേറെ. ഈ കേസിൽ നിന്ന് എന്തായാലും ഞാൻ പിന്മാറുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇതിന്റെ പേരിൽ മോഹനേട്ടൻ എന്നെ ഉപേക്ഷിച്ചാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എനിക്ക് വാശ, ഈ കേസ് നീ വാദിച്ച ഞാൻ ഈ വീട്ടിൽ കയറുന്ന പ്രശ്നമില്ല. എനിക്ക് തോന്നിട്ട് ഞാൻ പോകും. ഞാൻ എന്തായാലും കേസ് വാദിക്കും മോഹനേട്ടാ. വാശി വേണ്ട. അറിയാലോ, ഇനിയും ആ കേസുമായി മുന്നോട്ട് പോകാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ഈ ജന്മം മുഴുവൻ നീ അതോർത്ത് കരയും. ഞാൻ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാ. ശരി, ഇപ്പോ ഇതെന്റെ അഭിമാന പ്രശ്നം. മാന്യന്മാർക്ക് പ്രാണനേക്കാൾ വലുത് മാനമാണ്. ഈ കേസിൽ നിന്നെ തോൽപ്പിക്കാനായി ഞാൻ വേണമെങ്കിൽ മരിച്ചടായി. ചെയ്ത തെറ്റോർത്ത് നീ കരയുന്നത് ഞാൻ പരലോകത്തിരുന്ന് കാണും. നോക്കിയോളേ, അഹങ്കാരി. ഞാൻ വെറുതെ ഒരു വാശിക്ക് പറഞ്ഞതാണല്ലോ. അത് ഇത്ര പ്രശ്നമാണെന്ന് ഞാൻ കരുതിയോ? വെറുതെ എത്ര വാശി പിടിപ്പിക്കണ്ടായിരുന്നു. ഗോവിന്ദകുട്ടി, നമ്മുടെ മോഹനേഷ് സാറിനെ കണ്ട? മോഹനേഷ് സാറോ? സാറ് വീട്ടിൽ കാണും. സാറ് വീട്ടിലില്ല, അതല്ലേ പ്രശ്നം. സാറ് പിന്നെ ഇവിടെ പോയി? എവിടെ പോയി എന്നറിയാന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ട് ഗോവിന്ദ. സാറ് വക്കീലും തമ്മിൽ ഇന്നലെ എന്തോ പ്രശ്നം ഉണ്ടായി. രാവിലെ വക്കീൽ എഴുന്നേറ്റ് നോക്കിയപ്പോ സാറില്ല. അങ്ങനെയാണെങ്കിൽ സാർ ഒളിച്ചോടി പോയതായിരിക്കും. എന്റെ ഒരു അമ്മാവൻ പണ്ട് ഇങ്ങനൊരു അക്രമം കാണിച്ചിട്ടുണ്ട്. അമ്മാവനും അമ്മാവിയും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടായി. രാത്രി കിടന്നുറങ്ങുമ്പോ അമ്മാവൻ കൂടെ ഉണ്ടായിരുന്നു. രാവിലെ അമ്മായി എഴുന്നേറ്റ് നോക്കുമ്പോ ആളെ കാണാനില്ല. ഒരു എഴുത്ത് എഴുതി വെച്ചിട്ട് ആളങ്ങ് സ്ഥലം വിട്ടു. മോഹനേഷ് സാർ എഴുത്ത് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി വക്കീലൊന്നും പറഞ്ഞില്ല ഏട്ടാ. ആ കാണും. എഴുത്ത് എഴുതി വെക്കാതെ മോഹനേഷ് സാർ പോവില്ല. എന്റെ അമ്മാവൻ അന്ന് പോയ പോക്ക് കാശിയില അവസാനിച്ചത്. കാശിയിൽ ചെന്ന ഒരു അമ്പലത്തില് ഭജന ഇരിക്കുന്നത് നാട്ടിൽ നിന്ന് ചെന്ന ഒരാള് കണ്ടു. അങ്ങനെ 1.5 കൊല്ലം കഴിഞ്ഞ അമ്മാവൻ നാട്ടിലെത്തിയത്. പക്ഷെ മോഹനേഷ് സാറിന് അങ്ങനെ പോവാൻ പറ്റൂ? ആള് വലിയ വില്ലേജ് ഓഫീസർ അല്ലേ? എങ്ങനെയാണ് 1.5 കൊല്ലത്തേക്ക് ലീവൊക്കെ കിട്ടുന്നത്? എന്റെ ഉത്തമ, കെട്ടിയോളോട് വഴക്കുണ്ടാക്കി വീട് വിട്ടിറങ്ങുന്ന ആൾക്ക് എന്തൊരു വില്ലേജ് ഓഫീസ്, എന്തൊരു ലീവ്. ഞാൻ പോട്ടെ. ഭഗവാനെ, സാർ അങ്ങനെ വല്ല കടുങ്കയും കാണിച്ചിട്ടുണ്ടാവൂ? ഹലോ. വക്കീലെ, ഞാനാണ് ഉത്തമൻ. എന്താ ഉത്തമ?
പിന്നെ സാറ് എഴുത്തെഴുതി വെച്ചിട്ടാണാ പോയത്? എഴുത്തോ? അതേന്ന് വക്കീലുമായി പിണങ്ങിപ്പോയതാണെങ്കിൽ ഒരു എഴുത്തെങ്കിലും എഴുതി വെക്കാതെ പോകൂ. അവിടെയൊക്കെ മൊത്തം ഒന്ന് പരിശോധിച്ച് നോക്കിയാണ്. ഞാൻ ഉടനെ അങ്ങ് വരാം. പിന്നെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം വക്കീലൊന്ന് നോക്കേ. മോഹനോട് ശരിക്കും എവിടെയെങ്കിലും പോയതായിരിക്കോ? മാധവൻകുട്ടി, നീ ഇങ്ങോട്ട് രാവിലെ? ടൗണിലോട്ടൊന്ന് പോകണം. കടയിലേക്ക് സാധനം വാങ്ങേണ്ട ദിവസമാണ്. എന്താ ഉത്തമ? നീ നമ്മുടെ മോഹനേഷ് സാറിനെ കണ്ട? മോഹനേഷ് സാറിനെ? ആ. സാർ 9:45 കഴിഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങൂ. വീട്ടിൽ കാണും. വീട്ടിലില്ലെന്നേ. വക്കീലിനോട് പറയാതെ സാറ് രാവിലെ എണീറ്റ് സ്ഥലം വിട്ടു. അയ്യോ, അവര് തമ്മിൽ എന്തോ വഴക്കുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ നേരെ സാറ് കൂടെ ഉണ്ടായിരുന്നെന്നാണ് വക്കീല് പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റപ്പോ കാണാനില്ല. വലിയ വഴക്കായിരുന്നോ? അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. വക്കീല് ഫോണിൽ പറഞ്ഞതേ എനിക്കറിയാവൂ. എന്തായാലും നല്ല വഴക്കുണ്ടായിരുന്നിരിക്കണം. ചെറിയ വഴക്കിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാണെന്നുണ്ടെങ്കിൽ അതിനില്ല നേരം കാണൂ. എങ്കിൽ സൂക്ഷിക്കണം ഉത്തമ. ആള് മോഹനേഷ് സാർ ആയതുകൊണ്ട് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്നുള്ള ആവേശത്തിൽ എന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടാവുമെന്ന എന്റെ പേടി. എന്ത് അവിവേകം? പറയുമ്പോ എല്ലാം പറയണമല്ലോ. എന്റെ വലിയച്ഛന്റെ മകൻ കരുണാകരൻ ഇങ്ങനെ ഒരു വക്രബുദ്ധി കാണിച്ചതാ. രാത്രി പെമ്പറന്നവരുമായിട്ട് വഴക്കുണ്ടാക്കി. രാവിലെ എഴുന്നേറ്റപ്പോ ആളെ കാണാനില്ല. രാവിലെ എഴുന്നേറ്റ് വീടായ വീട് മുഴുവൻ തപ്പി. ആളെ കാണാനില്ല. ഒടുവിൽ അടുക്കള ചെന്ന് നോക്കിയപ്പോ തലേന്ന് എടുത്തു വെച്ച പഴങ്കഞ്ഞിയും മീൻകറിയും കാണാനില്ല. അപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. രാവിലെ എഴുന്നേറ്റ് കരുണാകരൻ വയറു നിറയെ പഴങ്കഞ്ഞിയും കഴിച്ച് നേരെ പറമ്പിലിറങ്ങി ഒരു പ്ലാവിന്റെ കൊമ്പിൽ തൂങ്ങിക്കളഞ്ഞു. തൂങ്ങിച്ചാവാൻ പോകുന്ന ആള് പഴങ്കഞ്ഞിയും കുടിച്ചോണ്ടാണോ പോണേ? എന്റെ ഉത്തമ, മനുഷ്യൻ അങ്ങനൊക്കെയാ. എന്തായാലും മരിക്കാൻ പോവല്ലേ. അവസാനമായിട്ട് വയറു നിറച്ച് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിപ്പോയി കാണും. അത് തന്നെ സംഭവം. എന്തായാലും മോഹനേഷ് സാറ് അങ്ങനത്തെ കടുങ്കയൊന്നും ചെയ്യില്ല. അതൊന്നും പറയാൻ പറ്റില്ല ഉത്തമ. മനുഷ്യന്റെ മനസ്സല്ലേ. ചാവണമെന്ന് തോന്നാൻ ഒരു നിമിഷം മതി. തോന്നി കഴിഞ്ഞാലോ പിന്നെ മുന്നേ ചിന്തിക്കില്ല. അങ്ങനെ എത്ര പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈശ്വര, മോഹനേഷ് സാറ് അങ്ങനത്തെ അക്രമം വല്ലതും കാണിച്ചു കാണൂ. ഹലോ. ആ വക്കീലെ, ഞാനാണ് ഉത്തമായി. എന്താ ഉത്തമ, മോഹനേട്ടനെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ലെന്നേ. ഞാൻ ഇപ്പൊ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. ആ, അടുക്കളയിൽ ഇന്നലത്തെ പഴങ്കഞ്ഞും ബാക്കി ഇരിപ്പുണ്ടായിരുന്ന. പഴങ്ങഞ്ഞോ? എന്തായാലും വക്കീല് രാവിലെ എഴുന്നേറ്റ് അടുക്കള കയറി ഒന്നും ഉണ്ടാക്കാനുള്ള നേരം ആയില്ലല്ലോ. അപ്പൊ സാറ് രാവിലെ കഴിച്ചത് പഴങ്കഞ്ഞി ആയിരിക്കും. എനിക്ക് മനസ്സിലായില്ല. ഇതില് കൂടുതൽ തെളിച്ച് ഞാൻ എങ്ങനെയാണ് വക്കീലെ പറയുന്നത്? എന്തായാലും അടുക്കളയിൽ ആ പഴങ്കഞ്ഞി അവിടെ ഉണ്ടോന്ന് നോക്ക്. വക്കീൽ അത് നോക്കുമ്പോഴേക്കും ഞാൻ ഇതാ എത്തി. ഓ അല്ല, പുഷ്കർ, അവിടെ എന്താണ് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ ഉത്തമ? നീ നമ്മുടെ മോഹനേഷ് സാറിനെ എങ്ങനെ കണ്ടു? എപ്പോ? നേരം പരപരാന്ന് വെളുത്തു വന്നപ്പോ ആ പുഴക്കരയിൽ നിൽക്കുന്നത് കണ്ടു. പുഴക്കരയില്ല?
അതെന്ന് സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദര സാറിന്റെ വീട്ടിൽ പാല് കൊടുത്തിട്ട് ഞാൻ ആ പാടത്തൂടെയുള്ള ഷോർട്ട് കട്ട് വഴി ചാടി വരികയായിരുന്നു. പുഴക്കരയിൽ ആരോ നിൽക്കുന്നത് കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ദാ നിൽക്കുന്നു മോഹനേഷ് സാറ്. എന്നിട്ട് ഇതെന്താ സാറേ ഈ നേരത്ത് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ സാറ് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന്. അല്ല ഇങ്ങനെ സാറിനെ കാണാറില്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് ഞാൻ. ഉടനെ സാർ എന്നോട് പറയുക, ഈ പുഴയിലേക്ക് നോക്കൂ പുഷ്കര, ഈ പുഴ എന്നെ മാടി വിളിക്കുന്നത് പോലെ തോന്നുന്നു എന്ന്. അയ്യോ എന്നിട്ടെന്താ ഞാൻ എന്റെ പാട്ടിന് പോയി. അവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ സാർ ഉറക്കാൻ വരുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ. വെറുതെ നമ്മളായിട്ടൊരു വഴക്കിന് പോകുന്നത് എന്തിനാ? പുഴ സാറിനെ മാടി വിളിക്കുന്നത് പോലെ തോന്നിയെന്ന അപ്പം മാധവൻകുട്ടി പറഞ്ഞത് എന്ന കാര്യം. ഭഗവാനെ, വക്കീലിനോട് ഞാൻ ഇനി എന്ത് പറയും? ഹലോ, അത് സത്യഭാമയാണ്. സുലോചന, ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതല്ലേ എനിക്ക് നിങ്ങളുടെ കേസ് ബാധിക്കാൻ മനസ്സില്ല എന്ന്. നിങ്ങളുടെ കേസ് കൊടുക്ക്. എനിക്ക് നിങ്ങളുടെ വിവാഹമോചന കേസിനെക്കാട്ടിലും വലുത് എന്റെ മോഹനേട്ടനാണ്. മനസ്സിലായോ? വക്കീലേ, നമസ്കാരം. വക്കീലേ, എന്താ ഉത്തമ, മോഹനേട്ടനെ കണ്ടോ? കണ്ടില്ല. പിന്നെ ഇത് പിന്നെ എവിടെ പോയതാ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഉത്തമ. അതെ, ഞാൻ പറഞ്ഞതുപോലെ എഴുത്ത് വല്ലോ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കിയായിരുന്നു വക്കീല്. ഈ വീട് മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി, ഒരിടത്തും ഇല്ല. അടുക്കളയിലെ പഴങ്കഞ്ഞിയ പഴങ്കഞ്ഞിക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ മോഹനേട്ടനെ കാണാത്ത ഈ പഴങ്കഞ്ഞി തമ്മിൽ എന്താ ബന്ധം? അല്ല വക്കീലെ, പറഞ്ഞു വരുമ്പോ നമ്മൾ എല്ലാ സാധ്യതകളും നോക്കണമല്ലോ. എന്ത്? വക്കീലുമായി വഴക്കുണ്ടാക്കിയതിന്റെ പേരിലാണ് സാറ് പോയി എന്നുള്ള കാര്യം ഉറപ്പായ സ്ഥിതിക്ക് അതായത് വക്കീല്, നമ്മുടെ ഗോവിന്ദകുട്ടിയുടെ അമ്മാവനെ പണ്ട് ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരുമ്പോക്ക് പോയിട്ടുണ്ട്. കക്ഷി ഒരു എഴുത്തെഴുതി വെച്ചിട്ട് ഒരൊറ്റ മുങ്ങലായിരുന്നു. മുങ്ങിയതേ കാശിയിലേക്കാ. പിന്നെ ആളെ കണ്ടുപിടിക്കാൻ 1.5 വർഷം എടുത്തു. അതുപോലെ എഴുത്തൊന്നും എഴുതി വയ്ക്കാത്ത സ്ഥിതിക്ക് മോഹനേഷ് സാർ കാശിക്കൊന്നും പോകാൻ വഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ വക്കീലെ, നമ്മൾ എല്ലാ സാധ്യതകളും അന്വേഷിക്കണമല്ലോ. നമ്മുടെ പലചരക്ക് കടയിലെ മാധവൻകുട്ടിയുടെ വലിയച്ഛന്റെ മോ കരുണാകരെ പണ്ട് ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു അക്രമം കാണിച്ചിട്ടുണ്ട്. കക്ഷി ഒളിച്ചോടി പോകുന്നല്ല ചെയ്തത്. അടുക്കളയിരുന്ന പഴങ്കഞ്ഞി മൂക്ക് മുട്ട കുടിച്ചിട്ട് പറമ്പിലെ പ്ലാവില് കെട്ടിത്തൂങ്ങി ചത്തു കളഞ്ഞു. അയ്യോ, മോഹനേഷ് സാർ അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. അതുമല്ല, മോഹനേഷ് സാറിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അടുക്കളയിലെ പഴങ്കഞ്ഞി അവിടെ തന്നെ ഇരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അതാണ് വക്കീലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ബേക്കറിലെ പുഷ്കരനെ കണ്ടായിരുന്നേ. പുഷ്കര ഇന്ന് രാവിലെ മോഹനേഷ് സാറിനെ കണ്ടു. അതാണ് ഒരു ചെറിയ പ്രശ്നം. നേരം പരപര വെളുത്തു വരുമ്പോ മോഹനേഷ് സാറ് പുഴക്കരയിൽ നിൽക്കുന്നത് കണ്ടെന്നാണ് പുഷ്കരൻ പറഞ്ഞത്. സാറ് പുഴക്കരയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നെന്ന്. എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് പുഷ്കരൻ ചോദിച്ചപ്പോ പുഴ എന്നെ മാടി വിളിക്കുന്നു എന്ന് സാറ് പറഞ്ഞത്രേ. അത് കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു പന്തികേട് പോലെ. പന്തികേടെന്ന് വെച്ചാ? അല്ല, നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരാൾ പുഴക്കരയിൽ ചെന്ന് പുഴയിലേക്ക് നോക്കി നിൽക്കുന്നതിൽ ഒരു പന്തികേട് ഇല്ലേ? അതെ, അതിന് മാത്രം പ്രശ്നം എന്തായിരുന്നു വക്കീലെ? ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തളരുന്ന ആളല്ലല്ലോ മോഹനേഷ് സാറ്. ഉത്തമ, എനിക്ക് പേടിയായിട്ട് വയ്യ. നമുക്ക് അവിടെ വരെ പോയാലോ? അല്ല, ഇനിയിപ്പം അവിടെ വരെ പോയിട്ട് എന്തെന്ന് കാര്യം? ഞാൻ ഇനി പറയുന്ന വക്കീല് സമാധാനമായിട്ട് കേൾക്കണം. മോഹനേഷ് സാർ ഒരു ദുർബല ഹൃദയനാണ്. പെട്ടെന്നുള്ള വികാരത്തില് എന്തെങ്കിലും കയ്യബദ്ധം കാണിച്ചോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് കയ്യബദ്ധം? അങ്ങനെ അല്ല, നിന്റെ ഇടയിൽ ആര് മണല് വരുന്ന ഹരിയാണല്ലോ. എന്താണോ പ്രശ്നം? ഹലോ, അതെ ഉത്തമനാണ്. എന്ത് ഹരി? എവിടെ? പുഴയുടെ താഴത്തെ വളവിലോ? ആരാ കണ്ടേ? അതെയോ? ഉറപ്പാണോ ഹരി? സംഗതി പോലീസിൽ അറിയിച്ചോ? ശരി ശരി, ഞാനാ വരുന്നു. ഉത്തമ,
എന്താ? ഏയ് അതൊന്നും ഇല്ല. ഉത്തമ, കാര്യം പറ, എന്താന്ന്? ഹരി വിളിച്ചിട്ടൊരു കാര്യം. എന്താന്ന് പറ? കാര്യമൊന്നുമില്ല. നമ്മുടെ സുലൈമാന്റെ തടിമില്ലിന്റെ കിഴക്ക് ഭാഗത്ത് പുഴയ്ക്കൊരു വളവുണ്ടല്ലോ, അവിടെ നല്ല ആഴമുണ്ട്. അവിടെ 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 ആള് പുഴയിൽ മുങ്ങിക്കിടക്കുന്നതാണ് ഹരി പറഞ്ഞത്. ഷർട്ടും മുണ്ടുമാണ് വേഷം. പിന്നെ പറയട്ടെ, അയ്യോ അയ്യോ വക്കീൽ പേടിക്കാനൊന്നുമില്ല. അതെ, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് ടക്കല വരാം. അതും ഒരു വക്കീൽ ഇവിടെ ഇരിക്കും. അല്ല വക്കീൽ വരണ്ട, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. എനിക്കറിയണ്ട എന്താ പറ്റിയെന്ന്. അല്ല അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ വക്കീലെ, ഇപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് പോയിട്ടൊരു കാര്യമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നോക്കിയിരിക്കാതെ വരുന്നുണ്ടോ? വക്കീലെ, നമുക്ക് വണ്ടി പോവാം. സ്കൂട്ടറിലാകുമ്പോ സഹകരണ ബാങ്കിന്റെ പിറകെ കൂടെ കുറുക്ക് വഴി കൂടെ നമുക്ക് പെട്ടെന്ന് എത്താം. വക്കീൽ വാ, കയറ്. വക്കീലെ, എന്ത് നിപ്പ്? വക്കീലെ, മോഹനേഷ് സാറല്ലേ അത്? എന്താ രാവിലെ? അല്ല, ഞാനും വക്കീലും കൂടി വെറുതെ ഒന്ന് പുഴക്കരയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അല്ല അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാ വെറുതെ ഒന്ന് പുഴക്കരയിലെ പോയാ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? പുഴയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമായിരിക്കും. ആ, അത് വാസ്തവത്വമാ. ഞാൻ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി പുഴയിലേക്ക് നോക്കി അങ്ങനെ അങ്ങ് നിന്നു. വെള്ളം ഇങ്ങനെ ഓളം വെട്ടി നീങ്ങുന്ന കാണാൻ എന്ത് രസമാ. പുഴ നമ്മളെ മാടി വിളിക്കുന്ന പോലെ തോന്നും ഇല്ലേ? പിന്നെ അങ്ങനെ തന്നെ തോന്നും. കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ ശംഖുമുഖം കടപ്പുറത്ത് പോയായിരുന്നേ. അപ്പൊ കടല് നമ്മളെങ്ങനെ മാടി മാടി ബാ ബാ എന്ന് വിളിക്കുന്ന പോലെ തോന്നി. പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ ഞാൻ ഇങ്ങ് പോന്ന്. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടോ വക്കീലെ. ഉത്തമം വന്നെന്തിനാണെന്ന് പറഞ്ഞില്ല? അല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല. ഞാൻ രാവിലെ ബ്ലോക്ക് ഓഫീസിലെ സിദ്ധാർത്ഥ സാർ ഈ ഇരിക്കുന്ന വക്കീൽ എന്നെ വിളിച്ചിട്ട് വെറുതെ ഇതുവരെ ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ വെറുതെ ഇതുവരെ വന്നിട്ട് വെറുതെ അങ്ങ് പോവാന്ന് കരുതി. അപ്പൊ ഞാൻ വെറുതെ അങ്ങ് പോവേണേ വക്കീലെ. ഞാൻ വെറുതെ അങ്ങ് പോയി. അയ്യോ, ഇനി നിന്നാ ശരിയാവില്ല. ഓ പിന്നെ കാണാം സാറേ. ഉത്തമൻ എന്താ പറ്റിയത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. മോഹനേട്ടൻ എവിടെ പോയിരുന്നു? അമ്പലത്തില്. നീയല്ലേ പറഞ്ഞത് രാവിലെ അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിപ്പിക്കണമെന്ന്? നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഇന്ന് വാദിക്കാൻ പോകുന്നതെന്നും. പക്ഷെ മോഹനേട്ടൻ ഇന്നലെ പറഞ്ഞത് ആ കേസ് ആവശ്യമില്ലാത്തന്നല്ലേ? ഞാൻ ആ കേസ് വാദിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഇവിടെ ഇറങ്ങി പോകുന്നു പറഞ്ഞില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞുള്ള നേരാ. പിന്നെ ആലോചിച്ചപ്പോ സുലോചനയുടെ ഭാഗത്ത് ന്യായമുണ്ടല്ലോ. കല്യാണം കഴിച്ചെന്ന് കരുതി ഭാര്യ ഉപദ്രവിക്കേണ്ട കാര്യം എന്താണ് വിശ്വംഭരന്? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ശിശുപാലിനെ വിളിച്ച് ചോദിച്ചപ്പോ നീ പറഞ്ഞതൊക്കെ സത്യമാണ്, വിശ്വംഭരൻ പുറമേ കാണുന്ന ആളെ അല്ല എന്ന് ശിശുപാലനും പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ ഭാഗത്താണ് ന്യായം. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ നീ നല്ല ഉറക്കമായിരുന്നു. പിന്നെ നിന്നെ വെറുതെ വിളിച്ചണത്തണമെന്ന് കരുതി ഞാൻ നേരെ അമ്പലത്തിൽ പോയി. പുഷ്പാഞ്ജലി നീ തന്നെ ഇപ്പൊ കഴിപ്പിക്കണമെന്നില്ലല്ലോ, ഞാൻ കഴിപ്പിച്ചാലും പോരെ. എന്താ നീ വല്ലാതിരിക്കുന്നേ? എന്താ പ്രശ്നം? ഞാൻ ആലോചിക്കായിരുന്നു, പറയുമ്പോ നമുക്ക് എന്ത് വേണേലും പറയാം. പക്ഷേ ഈ ഒറ്റയ്ക്കൊക്കെ ജീവിക്കാന്ന് പറയുന്നത് വലിയ വിഷമാണ്. പ്രത്യേകിച്ച് മോഹനേട്ടനെ പോലെ ഒരു ഭർത്താവ് ഉണ്ടായിട്ട് പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാനേ പറ്റില്ല. എനിക്ക് എന്റെ മോഹനേട്ടൻ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന്. എനിക്ക് മനസ്സിലായില്ല. ഇത്ര മനസ്സിലാക്കിയാ മതി. കൂടുതലും മനസ്സിലാക്കിയാ എന്റെ മോഹനേട്ടൻ പേടിച്ചു പോകും. പറഞ്ഞു വരുമ്പോൾ സത്യഭാമ പുലിക്കുട്ടിയാണ്. വാശി ജയിക്കാനായി വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു കളയും. പക്ഷേ മോഹനകൃഷ്ണനെ പോലെ സ്നേഹമുള്ള ഭർത്താവുള്ള ഒരു സ്ത്രീക്ക് ആ സ്നേഹം അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല.
ഈ കളിയിൽ ജയിച്ചതാര് തോറ്റതാര് എന്നൊക്കെ വേണമെങ്കിൽ തർക്കിക്കാമെങ്കിലും സ്നേഹമുള്ളിടത്ത് തർക്കത്തിന് വലിയ പ്രസക്തിയില്ല എന്ന് ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.